ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ പത്തനംതിട്ടക്കാരുടെ ഓണം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ആറന്മുളയോടെ ഞങ്ങളുടെ ഓണത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എന്നാ എനിക്ക് ഓണം തുടങ്ങുന്നതെന്ന് അറിയില്ല, പക്ഷെ ഞങ്ങൾ ഇന്ന് ഇവിടെ ഞങ്ങളുടെ 52 കരയുടെ ഓണം തുടങ്ങിയായി. അപ്പോൾ എന്തായാലും ആറന്മുളയുടെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഓരോ വള്ളത്തിൻ്റെയും ഓരോ സദ്യകളിലും വ്യത്യസ്തമായ പാട്ടുകൾ ചോദിച്ച ഓരോ വിഭവങ്ങൾ വാങ്ങുന്നതും അതിനോടൊപ്പം തന്നെ സന്തോഷമായ നിമിഷങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ക്ലൈമറ്റൊക്കെ മാറിയിരിക്കുന്നു, നല്ല മഴ തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു ആംബിയൻസിൽ നമ്മൾ ഇന്ന് വള്ളസദ്യ കഴിക്കുമ്പോൾ നമ്മൾ ഒരു വർഷത്തെ നമ്മുടെ കാത്തിരിപ്പാണ്. 52 കരയുടെയും ഒരു വർഷത്തെ കാത്തിരിപ്പിൻ്റെ അവസാന ദിവസമാണ് ഇന്ന് ഇവിടെ ഈ നിമിഷം നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ള് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചങ്കേഴ്സ് മന്ത്രി അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങളുടെ പത്തനംതിട്ടക്കാരുടെ ഓണം തുടങ്ങുകയാണ്, ഇന്ന് ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ എന്തായാലും ആറന്മുള വള്ളസദ്യയുടെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ള് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടോ. ലെറ്റ്സ് ഗോ ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മൾ വള്ളത്തിനടുത്തോട്ട് പോകുന്നത് ആദ്യം കൂടിയിട്ടാണ്. നല്ല ഭയങ്കര തിരക്കാണ്. അപ്പോൾ എന്തായാലും നീ ട്രിപ്പിൾ പോടാ, കുഴപ്പമില്ല, കയറിക്കോ, കയറ്. അപ്പോൾ എന്തായാലും ഇന്ന് നല്ല തിരക്കുണ്ട്. സോ നമ്മൾ നേരെ ഇനിയും തെക്കേമുറി പള്ളിയോടത്തിൻ്റെ അവിടേക്ക്, കാരണം തെക്കേമുറിയിലാണ് നമ്മൾ സദ്യക്ക് പോകുന്നത്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ ഇന്ന് ഫസ്റ്റ് സദ്യക്ക് പോകുന്നത് തെക്കേമുറി പള്ളിയോടത്തിലൂടെയാണ്. എല്ലാവരും ഫുൾ ടീമായിട്ട് സെറ്റായിട്ട് വള്ളം റെഡി ആയിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പോകുന്നതിൻ്റെ തിരക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും കയറാം. അപ്പോൾ ഇപ്പോഴാണ് വെറ്റ പോയില മേടിക്കുന്നത്. അപ്പോൾ വള്ളം അങ്ങനെ പോകാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ കരയിൽ വന്നിട്ടുണ്ട്. ഇപ്പം വള്ളത്തെ വരുന്നവർക്ക് വേണ്ടി ഒരു ടാഗ് നമ്മൾ കൊടുക്കുന്നുണ്ട്. മനസ്സിലായി, നമ്മളല്ല ഇവരുടെ കര, എല്ലാ കരയും കൊടുക്കുന്നുണ്ട്. സോ ഇനി അടുത്ത് നമ്മൾ ഇവിടെ നിന്ന് നേരെ സദ്യ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മളെ വഴിപാടുകാർ ഇവിടെ വന്ന് സ്വീകരിക്കും. ഇവിടുന്ന് വള്ളപ്പാട്ട് പാടി നമ്മൾ നേരെ കയറി. ഗൈസ്, അങ്ങനെ എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഒരുപാട് വിഭവങ്ങൾ ചേർന്ന് ഞങ്ങളുടെ പത്തനംതിട്ടയുടെ 52 കരയുടെ ശരിക്കുമുള്ള ഓണം തുടങ്ങുകയാണ് ഇവിടെ. കണ്ടോ, ഇത്രയും വിഭവങ്ങൾ ഭഗവാന്റെ മുമ്പിൽ ആദ്യം വിളക്ക് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഓരോ പാട്ടുകളായി പാടി, ഓരോ സോങ്ങുകളായിട്ട് പാടി ഈ വിഭവങ്ങളെല്ലാം ചോദിക്കുന്ന ആൾക്ക് കൊടുക്കണമെന്നാണ് ഐതിഹ്യം. വേറൊന്നും കൊണ്ടല്ല, ഈ വള്ളത്തേൽ ഈ പള്ളിയോടത്തേൽ ഭഗവാൻ ഒരാളായിട്ട് വരുമെന്നാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വള്ളസദ്യക്ക് തുടങ്ങിയായി. ഞങ്ങളുടെ പത്തനംതിട്ടക്കാരുടെ, ഞങ്ങളുടെ 52 കരക്കാരുടെ ഓണം ഇന്ന് തുടങ്ങുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യമേ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് അകത്ത് വന്നത്. അപ്പോൾ ഞാനുണ്ട്, എൻ്റെ അനിയനുണ്ട്, അവനാണ് ശരിക്കും ക്യാമറമാൻ. ഞാൻ വള്ളത്തിലുള്ള വിഷ്വൽസ് കുറച്ച് എടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്ക്, കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ സദ്യ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരത്തേട്ടനാണെന്ന് തോന്നുന്നത്. ശരത്തേട്ടനോ കണ്ടോ നിങ്ങൾ? എന്തുകൊണ്ട് കാണാനില്ലായിരുന്നല്ലോ? നമ്മുടെ ഒരു സുഹൃത്താണ്, നമ്മുടെ കരയാണ്. നിങ്ങൾ ഈ വട്ടം വള്ളത്തെ വരത്തില്ലേ? അത് അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ശരിക്കും പറയാൻ ഞങ്ങളുടെ കരയിലെ വള്ളം ഇറക്കിയിട്ടില്ല. എങ്കിലും എനിക്ക് ചിലപ്പോൾ ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ തിരിച്ചു പോകേണ്ട വരും. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ വള്ളസദ്യക്ക് വന്ന ഈ ഒരു വ്ലോഗ് ചെയ്യാൻ പ്രധാനമായിട്ടുള്ള കാരണം. അപ്പോൾ എന്തായാലും ഉണ്ടോ, പപ്പടങ്ങൾ തന്നെ പല വിധത്തിലാണ്. 3 ടൈപ്പ് പപ്പടങ്ങളുണ്ട്. അങ്ങനെ ഓരോ വിഭവങ്ങളായിട്ട് ഇങ്ങനെ നിരത്തി സദ്യ ഇങ്ങനെ അലങ്കരിച്ച് വെക്കും. ഈ ആദ്യത്തെ 2 പന്തിയിലും നമ്മളെ വള്ളത്തെ വന്ന അല്ലെങ്കിൽ പള്ളിയോടത്തെ വന്ന ആളുകളാണ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പൈതൃക ഗ്രാമമായ ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ ആറന്മുളയിൽ പത്തനംതിട്ടയിൽ ശരിക്കും പറഞ്ഞാൽ ഇതാണ് യഥാർത്ഥ സന്തോഷം. അപ്പോൾ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ ന്യൂസ് ചാനലിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലച്ഛൻ, നമ്മുടെ തെക്കേമുറിയിലെ ഏറ്റവും പ്രാവീണ്യമായ അളനയമ്പുകാരനാണ്. ഞങ്ങൾ വള്ളത്തിൽ കയറുമ്പോഴെല്ലാം പീറ്റർച്ചാൻ കാണും. പീറ്റർച്ചാൻ്റെ മോനുണ്ട് ലിയോച്ചാൻ. അപ്പോൾ ലിയോച്ചാൻ ഇപ്പോൾ നാട്ടിലില്ല. അപ്പോൾ ലിയോച്ചാൻ വഴിയാണ് ഞങ്ങൾ തെക്കേമുറി കയറി തുടങ്ങിയത്. അപ്പോൾ എന്തായാലും അച്ചായൻ അടിപൊളിയാണ്. അതെ, ഭാവി താരമാണ് തെക്കേമുറിയുടെ. അപ്പോൾ എന്തായാലും സദ്യയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുത്ത് കഴിഞ്ഞു. ഒരുപാട് ആളുകളുണ്ട്, വിചാരിച്ചതിനായിട്ട് കൂടുതൽ ആളുകൾ ഇന്ന് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ദിവസമായിട്ട് തന്നെ ഒരുപാട് സന്തോഷം. എനിക്ക് വരാൻ പറ്റിയതില്ല. അപ്പോൾ എന്തായാലും മഴയും തുടങ്ങിയിട്ടുണ്ട്, ക്ലൈമറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നു. നല്ലൊരു പോസിറ്റീവ് ആംബിയൻസ് ആണ്. സോ നമുക്ക് ഇനിയും സദ്യ തുടങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. സദ്യയിൽ ഇത്രയും വ്യത്യസ്തമായ വേറെ ഏത് നാടുണ്ട്? ഞങ്ങളുടെ ആറന്മുളയിൽ ഇതാണ് സദ്യ. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ തന്നെ പൈതൃക ഗ്രാമമായ ഞങ്ങളുടെ ആറന്മുളയുടെ സന്തോഷവും ഓണവും എല്ലാം തുടങ്ങുന്നത് ഇവിടെയാണ്. ഭഗവാന്റെ തിരുമുന്നിൽ വിളക്ക് കത്തിച്ചാണ് നമ്മൾ സദ്യ തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് വന്നത് തെക്കേമുറി കരയോടാണ്. അപ്പോൾ പള്ളിയോടത്തിൽ വന്ന ആളുകൾ ഇപ്പോൾ വരും. ഇങ്ങനെ സദ്യാലയം ഒരുക്കിയിട്ടിരിക്കുകയാണ്. ഇതൊക്കെയും ഈ സദ്യ വഴിപാടായിട്ട് നടത്തുന്ന ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു സെക്യൂരിറ്റി കാണും, അവിടുന്ന് പാസ് കൊടുത്താണ് വരുന്നത്. അപ്പോൾ സദ്യക്ക് വരണമെങ്കിൽ എന്തായാലും പാസ് വേണം. അതല്ലെങ്കിൽ നമ്മളിതുപോലെ പള്ളിയോടത്തിൽ വന്നാൽ മാത്രമേ സദ്യ കഴിക്കാൻ സാധിക്കൂ. സോ നമ്മൾ ഒരു വർഷത്തെ നമ്മുടെ കാത്തിരിപ്പിന് അങ്ങനെ അവസാനമായിരിക്കുന്നു.
വള്ളസദ്യക്ക് ഇത്രയും വിഭവങ്ങളാണ് യഥാർത്ഥത്തിലുള്ളത്. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 44 വിഭവങ്ങൾ എന്തായാലും ഇലയിൽ കാണും. ബാക്കിയുള്ള വിഭവങ്ങൾ, അതായത് 70 വിഭവങ്ങളിൽ ബാക്കിയുള്ളത് സ്ലോഗൻ ചൊല്ലി ചോദിക്കുമ്പോൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഓണം തുടങ്ങിയിരിക്കുകയാണ്. വെളിയിൽ ശരിക്കും നല്ല മഴയുണ്ട്, നിങ്ങൾക്ക് കാണുമെന്ന് തോന്നുന്നു. കണ്ടോ, നല്ല മഴയുണ്ട്. സോ വള്ളക്കാരൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ എന്തായാലും ഇനി സദ്യയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണാം.
ഗുണസമ്പന്നമായ അഭിയുടെ അടുത്തിൽ ചാർജിലാണ് ഇപ്പോ. ഗൈസ്, അങ്ങനെ സദ്യ ഏകദേശം തീരാറായ സമയത്ത് ഇനി വഴിപാടുകാരെ വിളിച്ച് നന്ദി അറിയിക്കുക എന്നൊരു ചടങ്ങൂടുണ്ട്. അപ്പം ഒരുപാട് വിധങ്ങളുണ്ട്, എല്ലാ പാട്ടുകളും എനിക്ക് കവർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുക, ഇതൊരു സദ്യയാണ്. അത്രയ്ക്ക് അപൂർവമായ ഒരു പൈതൃക ഗ്രാമത്തിൻ്റെ സന്തോഷമാണ്. അങ്ങനെ നമ്മൾ സദ്യ തന്ന വഴിപാടുകാരെ നന്ദി പറയണം. അങ്ങനെ വള്ളസദ്യ കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലേക്ക് ഒരു റെസ്റ്റ് അത്യാവശ്യമാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ലൈക്ക്, ഷെയർ.